കർണാടക സർക്കാരിന്റെ കയ്യേറ്റ വിരുദ്ധ നിലപാട് ഇരട്ടത്താപ്പ്. യലഹങ്കയിൽ പാവങ്ങളെ കുടിയിറക്കിയ കോൺഗ്രസ് സർക്കാർ വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നു. ബംഗളൂരു നഗരത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയത് കണ്ടെത്തിയ രാമസ്വാമി റിപ്പോർട്ടിൽ നടപടിയില്ലാതെ പൂഴ്ത്തിവെച്ച് സിദ്ധാരാമയ്യ സർക്കാർ. എനിക്ക് പിന്നിൽ ഈ കാണുന്ന കാഴ്ചകൾ ഒരു കയ്യേറ്റം ഒഴിപ്പിച്ചതാണെന്നാണ് കർണാടക സർക്കാർ അവകാശപ്പെടുന്നത്. കയ്യേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 2007 സംയുക്ത നിയമസഭാ ഉപസമിതി സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനെ കുറിച്ച് കർണാടക സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. ബംഗളൂരു നഗരത്തിൽ സർക്കാർ ഭൂമി കയ്യേറ്റം രൂക്ഷമായതോടെ ബാഗേപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള CPIM MLA ആയിരുന്ന GB ശ്രീറാം റെഡ്ഡി അടക്കമുള്ളവർ കർണാടക വിധാനസഭയിൽ നടത്തിയ ഇടപെടലിനൊടുവിലാണ് 2006 BJP സർക്കാർ സംയുക്ത നിയമസഭാ സമിതി രൂപീകരിച്ചത്. AT രാമസ്വാമി ചെയർമാനായ സംയുക്ത നിയമസഭാ സമിതി ബംഗളൂരുവിൽ കണ്ടെത്തിയത് കയ്യേറ്റത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ. റവന്യൂ അടക്കം 15 വകുപ്പുകളുടെ 13,614.37 ഏക്കർ സ്ഥലം ബംഗളൂരുവിലെ 2 ജില്ലകളിൽ മാത്രമായി കയ്യേറിയിട്ടുണ്ടെന്ന് 2007 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ബംഗളൂരു സിറ്റി, അർബൻ മേഖലകളിലായി 4 താലൂക്കിലും 9 നഗരസഭയിലും ബംഗളൂരു കോർപ്പറേഷനിലും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് രാമസ്വാമി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. കയ്യേറിയ ഭൂമിക്ക് 27,377.75 കോടി രൂപ വിപണി വിലയുണ്ടെന്നാണ് കണക്കാക്കിയത്. ഇപ്പോഴത്തെ വിപണി വില ഇതിന്റെ ഇരട്ടിയിലധികം വരും. മാറി മാറി വന്ന BJP കോൺഗ്രസ് സർക്കാരുകൾ വൻകിട കയ്യേറ്റക്കാരെ തൊട്ടില്ല. അത് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ്. വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയും അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെറുകിടയായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സമ്പ്രദായം. അത് ഇപ്പോഴത്തെ കാലത്ത് ഭൂമി കയ്യേറ്റ ഇത് ഒരു പ്രത്യേകതരമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും BJP ഗവൺമെൻറ്റുമായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. രാമസ്വാമി റിപ്പോർട്ട് പ്രകാരം കൂടുതൽ കയ്യേറ്റം നടന്നിരിക്കുന്നത് ബംഗളൂരുവിലെ റവന്യൂ ഭൂമിയിലാണ്. 18,588 കോടി രൂപ വിപണി വിലയുള്ള 9,294 ഏക്കർ റവന്യൂ ഭൂമിയാണ് കയ്യേറിയത്. വൻകിട കമ്പനികളും വ്യവസായികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരുമടക്കം ഉന്നതരാണ് കയ്യേറ്റത്തിന് പിന്നിലുള്ളത്. നഗരത്തിൽ വൻകിട ആഡംബര ഫ്ളാറ്റുകൾ ഉൾപ്പെടെ കയ്യേറ്റ ഭൂമിയിലുണ്ട്. ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യമാണ് വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള യലഹങ്ക കൊഗിലുവിലും ഉണ്ടായതെന്നാണ് ആക്ഷേപമുയരുന്നത്. അത് ആ ഏരിയയിലോട്ട് ഇപ്പോൾ ബാംഗ്ലൂര് വടക്ക് ഭാഗത്തോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 100 കിലോമീറ്റർ വരെ ബാഗേപ്പള്ളി വരെ ബാംഗ്ലൂര് അടുത്ത കാലത്ത് വളരും. ബാംഗ്ലൂര് ഗ്രേറ്റർ ബാംഗ്ലൂരിൻ്റെ ഒരു സെൻറ്റർ ആവുകയാണ് യലഹങ്ക. ഇപ്പോൾ എയർപോർട്ടൊക്കെ അങ്ങോട്ടായതുകൊണ്ട് ആ ഭാഗം അവർക്ക് പ്രഷ്യസ് ആണ് ഭൂമി. ഒരേക്കർ ഒരു ചതുരടിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ഭൂമി തന്നെ ഒരു ചതുരടിക്ക് 12,000 രൂപയിൽ കൂടുതൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് ഇനിയും കൂടുതലായിട്ട് 25,000 വരെ ഒരു ചതുര അടിക്ക് ഭൂമി. അതെ, ആ താല്പര്യം തന്നെയാണ്, ഇനി യാതൊരു സംശയമില്ല. ബംഗളൂരു വികസന അതോറിറ്റിയുടെ 2,878.2 ഏക്കർ ഭൂമിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഭൂമി തിരിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കാതെയാണ് വെറും 2-3 സെന്റ് സ്ഥലത്ത് ചെറിയ വീടുകൾ കെട്ടിത്താമസിക്കുന്ന യലഹങ്കയിലെ സാധാരണ മനുഷ്യരുടെ വീടുകൾ തകർത്ത് പെരുവഴിയിലാക്കിയത്. മറ്റു വിവിധ വകുപ്പുകളുടെ 3 മുതൽ 90 ഏക്കർ സ്ഥലം വരെ കയ്യേറിയതിലുണ്ട്. യലഹങ്കയിലെ സാധാരണ മനുഷ്യരെ കുടിയിറക്കിയതിലെന്ന പോലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ കണ്ണടക്കുന്നതിലും BJPക്കും കോൺഗ്രസിനും ഒരേ നയമാണ്. റിപ്പോർട്ട് സമർപ്പിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉന്നതരുൾപ്പെട്ട വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത കർണാടക സർക്കാരാണ് ജീവിക്കാൻ ചെറുകൂര കെട്ടി താമസിച്ച ഈ മനുഷ്യർക്ക് മേൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത്. കൊഗിലുവിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.